ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ ദൈവം ഒരുക്കിയ ഒരു നിമിഷം, അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. നമ്മൾ പാപത്തിൽ തന്നെ തുടരണമോ? എങ്ങനെ പാപത്തിൽ നിന്ന് മോചനം നേടാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. യാക്കോബിന്റെ സുവിശേഷം നമ്മൾ ലേഖനം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പാപം ക്ഷമിക്കപ്പെടും. വേറൊരു അതേ അധ്യായത്തിൽ തന്നെ പറയുന്നു, പാപത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുന്നവന്റെ പാപങ്ങൾ, നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിക്കുമെന്ന്. അപ്പോൾ ഒരു വ്യക്തി പാപത്തിൽ ജീവിക്കുന്നത് കണ്ടാൽ അവരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന വ്യക്തിക്ക് അവരുടെ പാപത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയും. വീണ്ടും നമ്മൾ തോബിയാസിന്റെ പുസ്തകത്തിൽ നമ്മൾ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, റഫായേൽ മാലാഖ തോബിയാസിന് കൂട്ടുപോകുവാൻ വരുമ്പോൾ ആ തോബിത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ: നീ ദാനധർമ്മം ചെയ്താൽ നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന്. അപ്പോൾ ഈ റഫായേൽ മാലാഖ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ അധികാരമുള്ള 7 മാലാഖമാരിൽ ഒരാളാണ് ഈ റഫായേൽ മാലാഖ. അപ്പോൾ തോബിയാസിന് കൂട്ടായിട്ട് ദൈവം അയച്ചതാണ്. തോബിയത്തിന്റെ സൽപ്രവർത്തികൾ മൂലം അവനിൽ കരുണ തോന്നിക്കൊണ്ട് ദൈവം ഈ റഫായേൽ മാലാഖയെ കൂട്ടിനയിക്കും. അപ്പോൾ ഈ റഫായേൽ മാലാഖ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ദാനധർമ്മം ചെയ്താൽ നിന്റെ നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിക്കുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ദശാംശം എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരിക, എൻ്റെ മക്കൾക്ക് അപ്പമുണ്ടാകട്ടെ, അപ്പോൾ ആകാശം തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നെ പരീക്ഷിച്ച് നോക്കുകയും. അതെ, ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ട് വിശുദ്ധ ബൈബിൾ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്, ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാപമില്ലാതെ ജീവിക്കണമെങ്കിൽ പാപം ഏറ്റുപറയുകയും അനുദപിക്കുകയും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. സഭയിൽ ജീവിക്കുന്ന മക്കൾക്ക് കുമ്പസാരവും കുർബാനയും വഴി പാപമോചനം നേടി രോഗികളല്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിനായി കൊണ്ടുവന്ന പല വ്യക്തികളെയും യേശു അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്: മകനെ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. പാപം നിറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതം ആത്മാവ് രോഗാതുരമാകുമ്പോൾ ശരീരവും രോഗാതുരമാകുക. അപ്പോൾ നമ്മുടെ ശരീരത്തെ രോഗത്തിന് അധീനമാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ ഒന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് വീണ്ടും നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തെ വീണ്ടെടുക്കുവാനുള്ള ഒരു എളുപ്പമാണ് പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നത്. 38 വർഷം തളർവാദ രോഗിയായി കിടന്ന ശിലോക കുളത്തിന്റെ കരയിൽ കിടന്ന ആ മകനോടും ഇത് തന്നെയാണ് യേശു പറഞ്ഞത്: